2025 ഒക്ടോബർ 23-നാണ് അന്ന് കേരളം ഭരിച്ചിരുന്ന ഇടതുപക്ഷ സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും കേന്ദ്ര സർക്കാരുമായി ഈ PM ശ്രീയുമായി ബന്ധപ്പെട്ട MOU-വിൽ ഒപ്പുവെക്കുന്നത്. ആ MOU-വിൽ ഒപ്പുവെച്ചതിന് ശേഷം അതുമായി ബന്ധപ്പെട്ടുണ്ടായ രാഷ്ട്രീയ വിവാദങ്ങളെയും മുന്നണിക്കുള്ളിൽ നിന്ന് തന്നെ ഉണ്ടായ എതിർപ്പുകളെയും തുടർന്നാണ് പാതിവഴിയിൽ അതിൽ നിന്ന് താൽക്കാലികമായി പിൻവാങ്ങേണ്ട ഒരു സാഹചര്യം, കരാർ റദ്ദ് ചെയ്യാതെ തന്നെ പിൻവാങ്ങേണ്ട സാഹചര്യം ഇടതുപക്ഷ സർക്കാരിനുണ്ടാകുന്നത്. അന്ന് അതിരൂക്ഷമായ വിമർശനം ഉന്നയിച്ച കൂട്ടത്തിൽ ലീഗ് നേതൃത്വവും കോൺഗ്രസ് നേതൃത്വവും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ഇങ്ങോട്ട് UDF സർക്കാർ അധികാരമേറ്റ് 2 മാസം പിന്നിടുമ്പോഴാണ് ഒരു U-ടേൺ ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്ന ആക്ഷേപവും വിമർശനവുമാണ് ശക്തമാകുന്നത്. അതിനിടയിലാണ് ഇതിലൊരു വിശദീകരണവുമായി ഇപ്പോൾ സർക്കാർ തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. അവർ അതിൽ കൃത്യമായി എടുത്തു പറയുന്ന കാര്യം, ഈ കരാർ, അതായത് കഴിഞ്ഞ ഒക്ടോബർ 23-ന് ഒപ്പുവെച്ച ഈ കരാറിൻ്റെ ക്ലോസ് 25-ൽ ഒരു കാര്യം വളരെ വ്യക്തമായി എടുത്തു പറയുന്നുണ്ട്. അതിൻ പ്രകാരം ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്കൂൾ എഡ്യൂക്കേഷൻ ആൻഡ് ലിറ്ററസി, അതല്ല എങ്കിൽ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ, ഈ 2 കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള സംവിധാനങ്ങൾക്ക് മാത്രമേ ഈ കരാറിൽ നിന്ന് പിൻവാങ്ങാനോ തിരുത്താനോ റദ്ദ് ചെയ്യാനോ ഉള്ള അവകാശമുള്ളൂ. അങ്ങനെ 30 ദിവസത്തെ സാവകാശം നൽകിക്കൊണ്ട് മാത്രമേ ഈ നടപടികൾ പൂർത്തിയാക്കാൻ കഴിയൂ എന്ന് കൃത്യമായി ഇതിൻ്റെ ക്ലോസ് 25-ൽ എടുത്തു പറയുന്നുണ്ട്. അതോടൊപ്പം ഈ PM ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിൽ സ്വീകരിക്കേണ്ട തുടർ നടപടികൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഒരു മന്ത്രിസഭാ ഉപസമിതിയെ വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ്റെ നേതൃത്വത്തിൽ മന്ത്രി M. ലിജു, PC വിഷ്ണുനാഥ്, അതോടൊപ്പം റോജി M. ജോൺ ഇവർ അംഗങ്ങളായ ഒരു 4-അംഗ ഉപസമിതിയെ തീരുമാനിക്കുന്നു. ആ ഉപസമിതി UDF യോഗത്തിൽ അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലെ തുടർ നീക്കങ്ങളിലേക്ക് കടക്കൂ. പക്ഷേ അതിനെ തെറ്റായി വ്യാഖ്യാനിക്കുകയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതാണ് ഈ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത്. നിലവിൽ ഈ MOU അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ്. പക്ഷേ PM ശ്രീ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ ആശങ്കകൾ ഉടലെടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ 265 സ്കൂളുകൾ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ അടക്കം അതിൻ്റെ അപ്പർ ഹാൻഡ് സംസ്ഥാന സർക്കാരിനായിരിക്കും. അവിടെ കേന്ദ്ര വിദ്യാഭ്യാസ പദ്ധതി, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അനുസരിച്ചുള്ള ഒരു നയങ്ങളും നടപ്പിലാക്കാൻ അനുവദിക്കില്ല. അവിടെ സംസ്ഥാന സർക്കാരിൻ്റെ താല്പര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് മാത്രമേ ഈ പദ്ധതി സ്കൂളുകളിൽ നടപ്പിലാക്കിയാൽ 265 സ്കൂളുകൾ തിരഞ്ഞെടുക്കുന്നതടക്കമുള്ള എല്ലാ കാര്യങ്ങളിലും അൾട്ടിമേറ്റ് അതോറിറ്റി എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാർ തന്നെ ആയിരിക്കും എന്ന വിശദീകരണമാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അതായത് മുന്നണിക്കുള്ളിൽ നിന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട 2 അഭിപ്രായങ്ങൾ ഉയരുന്ന ഒരു സാഹചര്യം. ഒരു വശത്ത് ഇതുമായി മുമ്പോട്ട് പോയേക്കുമെന്ന സൂചന നൽകുന്ന തരത്തിൽ ആദ്യഘട്ടത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയും അതോടൊപ്പം UDF കൺവീനറും അടക്കം നടത്തിയ പ്രസ്താവനകൾ, അതിന് പിന്നാലെ ലീഗിൻ്റെ പോഷക സംഘടനകളായ MSF ഉൾപ്പെടെ വലിയ വിമർശനം ഉന്നയിച്ചുകൊണ്ട് ഇത് നടത്താൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് രംഗത്തെത്തുമ്പോൾ തൊട്ടു പിന്നാലെ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി ഇന്നലെ അതിനെ എതിർത്തുകൊണ്ട് രംഗത്ത് വരികയും പിന്നീട് UDF കൺവീനർ കഴിഞ്ഞ ദിവസം നടത്തിയ അതാണ്, അതായത് ഡാൻ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ PK കുഞ്ഞാലിക്കുട്ടി ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലപാട് സ്വീകരിച്ചു. പ്രത്യേകിച്ച് PM ശ്രീ പദ്ധതിയിൽ നിന്ന് എങ്ങനെ പിന്മാറാം എന്നതിനെ കുറിച്ചാണ് ആലോചിക്കുന്നത് എന്നതായിരുന്നു ഇന്നലെ തന്നെ PK കുഞ്ഞാലിക്കുട്ടി നടത്തിയ പ്രതികരണം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.